നിയോഗത്താലേ പിന്നിൽ അഥർവിന്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും അവൾ അതേ നിൽപ്പ് തുടർന്നു. തനിക്ക് പണത്തിനെന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? പാർവതി പണം തരാൻ ശ്രമിച്ചത് അഥർവ് കണ്ടെന്ന് ശ്രീനന്ദയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ ഒരു ചോദ്യം അഥർവിൽ നിന്നും ഉണ്ടാകുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ശ്രീനന്ദ നിന്നിടത്ത് നിന്ന് മുഖം തിരിച്ച് അഥർവിനെ നോക്കി. ഞാൻ ഞാനവര് പണം തന്നപ്പോ അപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ചെറുവിക്കലോടെ അവൾ പറഞ്ഞൊപ്പിച്ചു. എന്റെ ചോദ്യം അതല്ല. ശ്രീനന്ദയ്ക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ്. എന്തെങ്കിലും വാങ്ങാനോ അതോ കോളേജിലെ ആവശ്യത്തിനോ എന്തിനെങ്കിലും? ഇല്ല. വിലങ്ങിനെ തലയാട്ടിക്കൊണ്ട് ശ്രീനന്ദ പറഞ്ഞു. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതുമല്ലെങ്കിൽ അമ്മയോട് ചോദിക്കണം. കേട്ടല്ലോ? ഇതുവരെ തന്നോട് സംസാരിച്ചിരുന്ന അഥർവായിരുന്നില്ല അതെന്ന് അവൾക്ക് തോന്നി. ഇന്നോളം അവന്റെ ശബ്ദത്തിൽ ഇല്ലാതിരുന്ന ഒരു കനം അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നൊരു കാര്യം, ഡാൻസും പ്രാക്ടീസും എല്ലാം നല്ലതാണ്. പക്ഷെ പഠിത്തം ഉഴപ്പരുത്. അതിനു മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ടവൾ മുറിയിലേക്ക് കയറി നേരെ പോയി ബെഡിലേക്കിരുന്നു. അത്രയും നേരം ഉണ്ടായിരുന്ന ദാഹവും പരവേശവുമൊക്കെ എങ്ങോ പോയി മറിഞ്ഞു. അവളുടെ മനസ്സിൽ അഥർവ് മാത്രമായി. എന്തുകൊണ്ടാവും അവൻ തന്നോട് ഇത്രയും പരുക്കനായി സംസാരിച്ചത്? ഒരുപക്ഷെ പാർവതി പണം തന്നതുകൊണ്ടായിരിക്കുമോ? അതിന് താനാ പണം സ്വീകരിച്ചില്ലല്ലോ. ചോദ്യവും ഉത്തരവും അവൾ സ്വയം പറഞ്ഞു. ഏറെ നേരം ആലോചനയോടെ മുറിയിൽ തന്നെ ഇരുന്നപ്പോഴാണ് അവളും ഓർത്തത് താൻ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസിനിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നല്ലോ എന്ന്. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് എത്തിയതുപോലെ അവൾ കട്ടിൽ നിന്നും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ജഗിൽ നിന്നും അല്പം വെള്ളം കുടിച്ചു നേരെ മുകളിലേക്ക് ചെന്നു. ഓടിക്കിതിച്ച് മുകളിലെത്തിയപ്പോഴേക്കും ഇന്ദ്രയും ഗ്യാങ്ങും ഓരോ കൊച്ചുവർത്താനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആഹാ, മോള് വന്നോ? എങ്കിൽ പിന്നെ നമുക്ക് കുറച്ചു നേരം കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് നിർത്താം. അവരിൽ ഒരാൾ പറഞ്ഞപ്പോ ജാള്യതയോടെ നിന്നുപോയി ശ്രീനന്ദ. ഇത്രയും നേരം അവരെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചാണ് ഇവിടെ ഇരുന്നതെന്ന് അവൾക്കപ്പോൾ ബോധ്യമായി. പിന്നീട് അല്പനേരം കൂടി പ്രാക്ടീസ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. അവരെ യാത്രയാക്കിക്കൊണ്ട് ഇന്ദ്രയും ശ്രീനന്ദയും അകത്തേക്ക് കയറി. മോള് നന്നായി വിയർത്തല്ലോ. ശ്രീനന്ദയുടെ മുഖത്തേക്കും കഴുത്തിലേക്കും നോക്കിക്കൊണ്ട് ഇന്ദിര ചോദിച്ചു. ഒരു കാര്യം ചെയ്യ്, മോള് വേഗം പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ. അമ്മയും പോയി ഒന്ന് കുളിക്കട്ടെ. തിരികെ മുകളിലെ റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ ശ്രീനന്ദയുടെ നോട്ടം അറിയാത്ത പാളി അഥർവിന്റെ ഓഫീസ് റൂമിലേക്ക് എത്തി. താഴെ നിന്നൊരു കാൽപ്പെരുമാറ്റം കേട്ടതുകൊണ്ട് തന്നെ അതാരാവും എന്നറിയുവാനായി അഥർവും അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു. ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു. ശ്രീനന്ദ കൂടുതലൊന്നും ചിന്തിച്ചു നിൽക്കാതെ വേഗം മുറിയിലേക്ക് കയറി കുളിച്ചിറങ്ങി. പെട്ടെന്ന് തന്നെ മുടി ഉണക്കി അവൾ താഴേക്ക് നടന്നു. മറ്റൊന്നിനുമല്ല, സന്ധ്യാദീപം കൊളുക്ക്. ഇപ്പോൾ അവൾ തന്നെയാണ് എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുന്നതൊക്കെ. ഇന്ദിരയ്ക്കും അതാണ് താല്പര്യം. ശ്രീനന്ദ വിളക്ക് വെച്ച് ഉമ്മറത്തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തെവിടെയോ പോയ മാധവൻ അകത്തേക്ക് വന്ന് കയറിയത്. വിളക്കിനെ നേർക്കൊന്ന് നോക്കി തൊഴുത് ശ്രീനന്ദയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി. ഹോളിലെ ടി വിയിൽ ന്യൂസ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ശ്രീനന്ദ അവിടേക്ക് ഇരുന്നത്. അവൾ അവിടെ ചെന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആര്യനും അവിടേക്ക് വന്നു. ആന്റി എവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. അത്ര നേരവും ശ്രീനന്ദെ അവിടെയെല്ലാം തിരക്കിയിട്ട് കണ്ടുകിട്ടാത്ത പരിഭവം പോലെ ആര്യൻ അവളോട് പറഞ്ഞു. ആന്റി ഉമ്മറത്തായിരുന്നു മോനെ. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ആര്യൻകുട്ടൻ പ്രാർത്ഥിച്ചില്ലല്ലോ. വാ, നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ശ്രീനന്ദ നിർബന്ധപൂർവം അവന്റെ കൈ പിടിച്ചുകൊണ്ട് വിളക്കിന് മുൻപിലേക്ക് കൊണ്ടുവന്നിരുത്തി. ആര്യന് ഇതൊക്കെ ആദ്യ അനുഭവമായിരുന്നു. കാര്യം എല്ലാ ദിവസവും മുടങ്ങാതെ വീട്ടിൽ വിളക്ക് വെക്കുമെങ്കിലും ആരും അവനെ അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവന്നിരുത്താറില്ല. ഒന്നാമത്തെ കാര്യം അവനൊരു കൊച്ചുകുട്ടിയായതുകൊണ്ട്. ഇതൊക്കെ അവന് സ്വയം മനസ്സിലാകുന്ന പ്രായത്തിൽ ശീലിക്കട്ടെ എന്നായിരുന്നു അഥർവിന്റെ വാദം. ഇന്ദിരയും മാധവനും അതിനെതിർത്ത് സംസാരിക്കാനും നിന്നില്ല. കാര്യം അഥർവ് ആളൊരു പാവാണെങ്കിലും അവന് ദേഷ്യം വന്ന പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. മാത്രമല്ല അവൻ്റെതായ ചില ശരികളുമുണ്ട്. അതിനു മുമ്പിൽ
അവനോട് വാദിച്ചു നിൽക്കാനും കഴിയില്ല. അവരിരുവരും പ്രാർത്ഥനയോടെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് അഥർവ് എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോകാനായി അവിടേക്ക് ഇറങ്ങി വന്നത്. കണ്ണുകൾ അടച്ചതിനാൽ ശ്രീനന്ദ അവനെ കണ്ടില്ല. അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങിയ പിന്നാലെ ഇന്ദ്രയും അവിടേക്ക് തന്നെ എത്തി. ഒരു വേള അഥർവിന്റെ നോട്ടം ശ്രീനന്ദയിലും അവളുടെ മടിയിൽ കൈ തൊഴുത് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആര്യനിലേക്കും നീണ്ടു. അവനിതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി ശ്രീനന്ദയോട് എന്തെങ്കിലും എതിർത്ത് പറയുമോ എന്ന് ഭയന്നു ഇന്ദിര. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ അതുണ്ടായില്ല. അതുതന്നെ ഭാഗ്യം. അഥർ, നീ എവിടേക്കാ പോകുന്നേ? ഇന്ദിരയുടെ സ്വരം കാതിൽ പതിഞ്ഞപ്പോഴാണ് കണ്ണുകൾ അടച്ചിരുന്ന ശ്രീനന്ദ മിഴികൾ തുറന്ന് മുന്നോട്ട് നോക്കിയത്. കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന അഥർവും അവനു പിന്നാലെ അവിടേക്ക് നടക്കുന്ന ഇന്ദിരയുമാണ് അവൾ കണ്ടത്. ഞാൻ വിഷ്ണുവിനെ കാണാൻ പോവാമേ. അഥർവിന്റെ ഉറ്റ സുഹൃത്താണ് വിഷ്ണു. രണ്ടുപേരും ഒരു മനസ്സും രണ്ട് ശരീരവുമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇന്ദിരയും മാധവനും അഥർവിനെ കളിയാക്കി പറയാറുണ്ട്. അത്ര അടുത്ത കൂട്ടുകാർ. പോയിട്ട് പെട്ടെന്ന് വരില്ലേ? അധികം താമസിക്കില്ലല്ലോ നീ? ഇന്ദിര ചോദിച്ചതും അഥർവ് അമ്മയെ ഒന്ന് നോക്കി. ഇല്ല, കൂടിപ്പോയാൽ 1 മണിക്കൂർ. അതിനുള്ളിൽ ഞാൻ വരും. ശരി, പോയിട്ട് വാ. പറഞ്ഞുകൊണ്ട് ഇന്ദിര അകത്തേക്ക് കയറി. അവർക്ക് പിന്നാലെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ശ്രീനന്ദയും ആര്യനും അകത്തേക്ക് വന്നു. ലിവിംഗ് റൂമിൽ സോഫയിലിരിക്കുന്ന ശ്രീനന്ദയുടെ മടിയിൽ കിടന്ന് കാർട്ടൂൺ കാണുകയാണ് ആര്യൻ. മുറിയിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വന്ന മാധവനെ ഇന്ദിര ആ കാഴ്ച കാണിച്ചു കൊടുത്തു. ഒപ്പം അവന്റെ കയ്യിൽ ഏതോ ഒരു ചോക്ലേറ്റ് ഉണ്ട്. ആര്യനേറെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഒരാൾക്കും കൊടുക്കാറുള്ളത്. അതിൽ നിന്ന് ഓരോ കഷ്ണം ആര്യൻ ശ്രീനന്ദയ്ക്ക് മുറിച്ചു കൊടുക്കുന്നത് കണ്ടതും ഇന്ദിരയുടെ കണ്ണുകളിൽ അത്ഭുതം. ഇന്ദിര പെട്ടെന്ന് മാധവനെയും കൂട്ടി അവർക്കടുത്തേക്ക് വന്നു. അവർക്ക് എതിർവശത്തായി ഇരുന്നു. അത് കൊള്ളാലോ ആര്യൻകുട്ട, നീ ഈ ചോക്ലേറ്റ് നമുക്കാർക്കും തരില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ ആന്റിക്ക് മാത്രം? നേരെ ഇന്ദിര ആര്യനോട് ചോദിച്ചുകൊണ്ട് നോക്കിയത് ശ്രീനന്ദയുടെ മുഖത്തേക്കാണ്. അവൾ കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ഇന്ദിരയെ നോക്കി. കേട്ടോ മോളെ, ഇവൻ ഈ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടാ. അഥർവിന്റെ കൂടെ എപ്പോ പുറത്തു പോയാലും ഇത് വാങ്ങിയിട്ടേ വരും. എന്നാലോ ഒരു കഷ്ണം നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ തരില്ല. എന്തിനു പറയുന്നു, അവന്റെ അച്ഛൻ ചോദിച്ചാൽ പോലും കൊടുക്കാറില്ല. അവനാണ് ഇപ്പതാ മോൾക്ക് തരുന്നത്. ഇന്ദിര കളിയോടെ പറഞ്ഞപ്പോ ശ്രീനന്ദ അതെയോ എന്ന അർത്ഥത്തിൽ ആര്യന്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണു ചിമ്മിയൊരു കള്ളച്ചിരി ചിരിച്ചു. ശ്രീനന്ദയ്ക്ക് മനസ്സു നിറഞ്ഞു പോയിരുന്നു ആ നിമിഷം. അവൾക്ക് ആ കുഞ്ഞിനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. കാര്യം മറ്റൊന്നുമല്ല, ഏകദേശം ആര്യന്റെ ഈ പ്രായത്തിൽ തന്നെയാണ് അവൾക്കും സ്വന്തം അമ്മയെ നഷ്ടമായത്. അതുകൊണ്ട് അമ്മയുടെ സ്നേഹമൊന്നും അറിഞ്ഞില്ല അവൾ വളർന്നതും. അമ്മായി ആദ്യ കുറച്ചു നാളുകളിൽ അമ്മയായി നിന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചെങ്കിലും പതിയെ പതിയെ അമ്മായിയുടെ സ്വഭാവം മാറി. എത്രയൊക്കെ പറഞ്ഞാലും മക്കളോളം വരില്ലല്ലോ മറ്റൊരു കുട്ടികളും. പക്ഷെ തനിക്കിവനെ തന്റെ മോനെ പോലെ സ്നേഹിക്കണം. ഒരിക്കലും ഒരമ്മയുടെ കുറവറിയാതെ വേണം ഇവൻ വളരാൻ. ശ്രീനന്ദ മനസ്സിലോർത്തു. അതിൽ താൻ എത്രമാത്രം വിജയിക്കൂന്നറിയില്ല. പക്ഷെ തന്നാലാവും വിധമെല്ലാം ഈ മോനു വേണ്ടി ചെയ്യണം. അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. മെല്ലെ അവന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു. അതേസമയം അഥർവ് വിഷ്ണുവിന്റെ വീടിന്റെ മുൻപിൽ മുറ്റത്തെ മാവിന്റെ ചുവട്ടിലായി കെട്ടിയിട്ട സിമന്റ് ബെഞ്ചിൽ വിഷ്ണുവിനൊപ്പം ഇരിക്കുകയാണ്. എന്താടാ, നീ എന്തോ അത്യാവശ്യമായി പറയാനുണ്ടെന്ന് പറഞ്ഞു. ഏറെ നേരായിട്ട് അഥർവ് ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണില്ലേ? വിഷ്ണു ചോദിച്ചു. മനസ്സിൻ്റെ ഒരു സമാധാനം ഇല്ലടാ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും ഇത്രയും ചെറിയൊരു കുട്ടിയായിരിക്കും ഭാര്യയായി വരുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മാത്രമല്ല, നിനക്കറിയാലോ, എനിക്കിനി ഒരാളെ ഭാര്യാസ്ഥാനത്ത് കാണാൻ പോലും കഴിയില്ല. എടാ, എല്ലാ പെണ്ണുങ്ങളും ജ്യോതിയെപ്പോലല്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. തൽക്കാലം ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ലടാ. എത്ര ശ്രമിച്ചിട്ടും അതേപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. തീരെ ചെറിയൊരു കുട്ടി, കോളേജിലാ പഠിക്കുന്നെന്ന് പറയുന്നു. കണ്ടാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അത്രയേ ഉള്ളൂ. എൻ്റെ ഒപ്പം വന്നാൽ എൻ്റെ മോളാണോന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചു പോകും. അതുപോലൊരു കുട്ടി. എങ്ങനെടാ ഞാൻ അതിനെ എൻ്റെ ഭാര്യയെ കാണേണ്ടത്?
അഥർവ് നിസ്സഹായതയോടെ ചോദിച്ചപ്പോൾ വിഷ്ണുവിന് മനസ്സിലായി അവന്റെ ഉള്ളിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദവും ടെൻഷനും. നോക്കഥർവ്, തൽക്കാലം നീ ഒന്ന് മനസ്സിനെ ശാന്തമാക്ക്. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും നീ ആ കുട്ടിയെ വിവാഹം കഴിച്ചു. ഭാര്യയായി അവൾ നിന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? തൽക്കാലം അവൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നിന്നിൽ കഴിയുമ്പോൾ ഒരുക്കി കൊടുക്ക്. പിന്നെ കൂടുതൽ ദേഷ്യപ്പെടുവോ അങ്ങനൊന്നും ചെയ്യണ്ട. എന്തുകൊണ്ടാവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ചെറിയൊരു കുട്ടി ഇങ്ങനെയൊരു വിവാഹത്തിന് സമ്മതിച്ചതിന് പിന്നിലുള്ള കാരണം? പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? നീ ആ കുട്ടിയുടെ വീട്ടുകാരെ പറ്റിയൊക്കെ അന്വേഷിച്ചോ? അഥർവ ആകാംക്ഷയോടെ വിഷ്ണുവിന് നേർക്ക് തിരിഞ്ഞു. എടാ, സത്യം പറയാലോ, കുറച്ച് ദിവസമായിട്ടേ ബാങ്കിൽ നല്ല വർക്ക് പ്രഷർ. അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം അന്വേഷിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഞാൻ ഒരാഴ്ചക്കകത്ത് അന്വേഷിച്ചിട്ട് നിന്നോട് കാര്യം പറയാം, പോരെ? അഥർവ ആലോചനയോടെ ഇരുന്നുകൊണ്ട് മൂളി. മതി, അത് മതി. പിന്നെ എങ്ങനെയുണ്ട് ആള്? നിന്നോടെന്തെങ്കിലും മിണ്ടാനൊക്കെ വരാറുണ്ടോ? ഏയ്, അങ്ങനൊന്നും മിണ്ടാറില്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. പക്ഷെ അമ്മയ്ക്കും അച്ഛനും അവളെ വലിയ കാര്യമാണ്. വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആര്യൻകുട്ടനെയും കയ്യിലെടുത്തു. അതർ ശ്രീനന്ദ അവന്റെ വീട്ടുകാർക്കൊപ്പമുള്ള നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു. ആ സമയം അഥർവിന്റെ ചുണ്ടിൽ എന്തിനോ വേണ്ടി ഒരു പുഞ്ചിരി വിടർന്നു. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാനിതൊക്കെ നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി എങ്ങോട്ട് വന്നത്. ഉള്ളിലുള്ളതെല്ലാം ആരോടെങ്കിലും ഒന്ന് പറയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. അഥർവ് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. നീ കയറുന്നില്ലേ? ആഹാരം കഴിച്ചിട്ട് പോകാം. വിഷ്ണു അഥർവിനെ വീട്ടിലേക്ക് വിളിച്ചു. വേണ്ടടാ, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാ വന്നേ, പെട്ടെന്ന് ചെല്ലാന്ന്, പോട്ടെ. അതും പറഞ്ഞുകൊണ്ട് അഥർവ് അവന്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. അതേസമയം ശ്രീനന്ദ മുകളിലെ അവളുടെ റൂമില് നാളെ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളെല്ലാം ടൈം ടേബിൾ നോക്കി ബാഗിലേക്ക് അടുക്കി വെക്കുകയാണ്. അവൾക്ക് വല്ലാത്ത ഉത്സാഹമുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കോളേജിൽ പോകുന്നത്. ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരെ കാണാനും ടീച്ചർമാരെ കാണാനും അവരോടൊക്കെ സംസാരിക്കാനും. ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം വല്ലാത്തൊരു വേഗത തോന്നിച്ചു. മോളെ, ആഹാരം കഴിക്കാൻ വാ. താഴെ നിന്നു ഇന്ദിരയുടെ ശബ്ദം അവളുടെ കാതി പതിഞ്ഞപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി വേഗത്തിൽ തീർത്തിട്ടവൾ താഴേക്ക് ചെന്നു. ആഹാരം കഴിക്കാനായി ശ്രീനന്ദ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്ന സമയത്ത് തന്നെയാണ് അഥർവിന്റെ കാറ് മുറ്റത്ത് വന്നത്. ആ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഇന്ദിര പറഞ്ഞു. ആ, ദാ അഥർവ് വന്നെന്ന് തോന്നുന്നു. ഇന്ദിര പറയുന്നതോടൊപ്പം തന്നെ അഥർവിന് കൂടി ഒരു പ്ലേറ്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. അഥർവ് നേരെ മുകളിലേക്ക് പോയി ഫ്രഷായി തിരികെ വരുമ്പോഴേക്കും ശ്രീനന്ദ കഴിച്ചെഴുന്നേറ്റു. കുറച്ച് ദിവസങ്ങൾ കൂടി കോളേജിൽ പോകുന്നതുകൊണ്ട് തന്നെ എന്തോ ആ രാത്രി ശ്രീനന്ദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയൊക്കെയോ ഒരുവിധം അവൾ നേരം വെളുപ്പിച്ചു. പുലർച്ചെ 5 മണിക്ക് തന്നെ എണീറ്റു. നേരെ അവളുടെ മുറിയിൽ പോയി കുളിച്ചു ഫ്രഷായി. കുറച്ചു നേരം ഇരുന്ന് പഠിച്ച് 6 മണി ആകാറായപ്പോഴേക്കും താഴേക്ക് ഇറങ്ങിച്ചെന്നു. അതേസമയം തന്നെ ഇന്ദിരയും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ, മോൾ ഇത്ര കാലത്ത് എണീറ്റോ? അതമ്മേ, ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകേണ്ടതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു. ആണല്ലേ, വാ, ചായ ഉണ്ടാക്കിത്തരാം. അവളെയും വിളിച്ചുകൊണ്ട് ഇന്ദിര പതുക്കെ അടുക്കളയിലേക്ക് പോയി. അവളോട് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ തന്നെ അവൾക്കായി ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, മോൾ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. മറ്റെന്തെങ്കിലും പഠിക്കാനോ മറ്റുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് പോയിക്കോളൂ. പോയി പഠിച്ചിട്ട് കോളേജിൽ പോകാൻ റെഡിയാവുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്നാൽ മതി. കുഴപ്പമില്ലെന്നൊക്കെ ശ്രീനന്ദ പരമാവധി പറഞ്ഞു നോക്കിയെങ്കിലും ഇന്ദിര പിന്നീട് അവളെ അടുക്കളയിൽ നിൽക്കാൻ സമ്മതിച്ചില്ല. അവരവളെ ഉന്തിത്തള്ളി മുകളിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. ആ, പിന്നെ മോളെ, ദാ ഈ കോപ്പി അഥർവിന് കൊടുത്തേക്കാമോ? അവന് രാവിലെ എഴുന്നേറ്റാൽ കോപ്പി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. മിക്ക ദിവസങ്ങളിലും ഞാനാണ് കൊണ്ട് കൊടുക്കാറ്. ഇനിയിപ്പോ മോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവല്ലേ? അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര മറ്റൊരു കപ്പ് കോഫി കൂടി എടുത്ത് ശ്രീനന്ദയുടെ കയ്യിൽ കൊടുത്തു. അതുമായി അവൾ മുകളിലേക്ക് കയറി. ശ്രീനന്ദ മുറിയിലേക്ക് ചെല്ലുന്ന സമയം അഥർവ് ഉണർന്ന് ബാൽക്കണിയിൽ നിൽക്കുകയാണ്. മുറിയിലെങ്ങും അഥർവിനെ കാണാത്തതിനാൽ തന്നെ ശ്രീനന്ദ കണ്ണുകൾ കൊണ്ട് അവിടെയെല്ലാം പരതി.
അവൻ ബാത്റൂമിലായിരിക്കുമെന്ന് കരുതി അവിടേക്ക് നോക്കിയപ്പോ ബാത്റൂമിന്റെ ലോക്ക് പുറത്തുനിന്ന് ഇട്ടിരിക്കുന്നതാണ് കണ്ടത്. പിന്നെ അഥർവ് ബാൽക്കണിയിലായിരിക്കും ഉറപ്പിച്ചുകൊണ്ട് അവൾ പതിയെ അവിടേക്ക് പോയി. ഗാർഡനിലേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി നിൽക്കുകയായിരുന്നു അഥർവ്. ആ സമയം കോഫി. ശ്രീനന്ദയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. തലയിൽ തോർത്തു ചുറ്റി നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആവി പറക്കുന്ന ഒരു കപ്പ് കോഫിയുമായി തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെ ഒരു നിമിഷം കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നുപോയി അഥർവ്. പിന്നെ മെല്ലെ ആ കപ്പ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അഥർവ് കോഫി സിപ്പ് ചെയ്ത് തുടങ്ങിയതും ശ്രീനന്ദ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. പാന്റും കോട്ടുമാണ് അവളുടെ യൂണിഫോം. യൂണിഫോം ഇട്ട് മുടി ഉയർത്തി പോണിട്ടേൽ കെട്ടിവെച്ച് ബാഗുമായി താഴേക്ക് ഇറങ്ങി വരുന്നവളെ ഇന്ദിരയും മാധവും അഥർവും ഒരുപോലെ നോക്കി. മറ്റൊന്നും കൊണ്ടല്ല, നന്നേ ചെറിയൊരു കുട്ടി ബാഗും തൂക്കി വരുന്നത് പോലെ അവർക്ക് ആ നിമിഷം തോന്നി. അഥർവ് അല്പം ദേഷ്യത്തോടെ അച്ഛനെയും അമ്മയും മാറി മാറി നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവരിരുവരും തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം മറ്റെന്തെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം അതവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂവെന്ന് അവർക്കറിയാമായിരുന്നു. ആഹാ, മോള് പോകാൻ റെഡിയായോ? വാ, ഒന്ന് ആഹാരം കഴിക്ക്. ഇന്ദിര പറഞ്ഞതും ശ്രീനന്ദ ബാഗ് സോഫയിൽ വെച്ചുകൊണ്ട് നേരെ ആഹാരം കഴിച്ചു. നന്ദയ്ക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ചും വെള്ളവുമെല്ലാം ഇന്ദിര തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അവളത് ബാഗിലേക്ക് വെച്ചു. മോൾ എങ്ങനെയാ പോന്നേ? ഇവിടുന്ന് ബസ്സിന് പോകാൻ അറിയോ? അവളോടത് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇന്ദിര അഥർവിനെ നോക്കി. അഥർവ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, ഇന്നൊരു ദിവസം നീ മോളെ കോളേജിലേക്ക് ആക്കി കൊടുക്കാമോ? അവൾക്ക് വഴിയൊന്നും കൃത്യമായി അറിയില്ലല്ലോ. ഇന്ദിര അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അഥർവാണെങ്കിൽ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിലായിപ്പോയി. ശ്രീനന്ദയും അവിടെ നിൽക്കുന്നതുകൊണ്ട് എടുത്തടിച്ചതുപോലെ പറയാനും പറ്റില്ല. അമ്മേ, ഇന്ന് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. ശ്രീനന്ദയെ കോളേജിലാക്കിയിട്ട് പോകാൻ നിന്നാ ഞാൻ ഓഫീസിലെത്താൻ ലേറ്റാകും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രീനന്ദയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കാം. അവിടുന്ന് നേരിട്ട് ബസ്സുണ്ടല്ലോ ശ്രീനന്ദ പഠിക്കുന്ന കോളേജിലേക്ക്. അഥർവ് പറഞ്ഞപ്പോൾ ഇന്ദിരയും ഓർത്തു അത് തന്നെയാണ് നല്ലതെന്ന്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ, മോള് ഇനിയും നിന്ന് താമസിക്കണ്ട, വേഗം അഥർവിന്റെ കൂടെ പൊയ്ക്കോളൂ. ഇന്ദിരയും മാധവനെയും ഒന്ന് നോക്കിക്കൊണ്ടവൾ അഥർവിനോടൊപ്പം പോകാൻ ഇറങ്ങി. ഇന്ദിരയുടെ നേരിയതിന്റെ തുമ്പിൽ ചുറ്റിപ്പിടിച്ച് ആര്യനവൾക്ക് ടാറ്റ കൊടുത്തു. മുന്നോട്ട് നടന്നവൾ തിരിഞ്ഞു നടന്നു വന്ന് ആര്യന്റെ നെറുകയിൽ ചുണ്ടമർത്തിയ ശേഷമാണ് കാറിനടുത്തേക്ക് പോയത്. ഒരു വേള ഇന്ദിരയോട് എന്തോ പറയാനായി തിരിഞ്ഞു നോക്കിയ അഥർവ് ആ കാഴ്ച കാണുകയും ചെയ്തു. അവനും മനസ്സിനല്പം സമാധാനം തോന്നി ആ നിമിഷം. വീട്ടിൽ നിന്ന് ഏകദേശം 10 മിനിറ്റോളം നടക്കാനുള്ള ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. കാറിലായതുകൊണ്ട് തന്നെ അവരെത്തി പെട്ടെന്ന് തന്നെ. അഥർവ് ശ്രീനന്ദയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ഇടത്തേക്ക് പോകാനുള്ള വഴിയാണ് ശ്രീനന്ദയുടെ കോളേജ്. അഥർവിന്റെ ഓഫീസ് അവിടുന്ന് വലത്തേക്കും. രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ. ശ്രീനന്ദ കാറിൽ നിന്നിറങ്ങി ഡോർ അടയ്ക്കാൻ തുടങ്ങിയ സമയത്താണ് അഥർവ് അവളെ വിളിച്ചത്. ചോദ്യഭാവത്തിൽ അവന് നേർക്ക് നോട്ടും അയച്ചു നിന്നവൾ, ഇതാ ഇതെന്റെ കാർഡാണ്, പിന്നെ ദാ ഇത് കുറച്ച് പണവും, ഇത് കൈവച്ചോ, എന്തേലും ആവശ്യം വന്നാലോ. പെട്ടെന്ന് അഥർവ് അത് പറഞ്ഞപ്പോ പിടയുന്ന മിഴികളോടെ അവനെ നോക്കി അവൾ, വേണ്ട, എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴാവശ്യം ഉണ്ടാവില്ല, പിന്നീട് എപ്പോഴാണെങ്കിലും ഉപയോഗിക്കാമല്ലോ. തൽക്കാലം ഇത് കയ്യിൽ വെക്കൂ. വല്ലാത്തൊരു അധികാര ഭാവത്തിൽ അഥർവ് പറഞ്ഞു. കാർഡിന്റെ നമ്പർ അതിലൊരു പേപ്പറിൽ എഴുതി ഞാൻ കവറിൽ വെച്ചിട്ടുണ്ട്. അല്പം മടിച്ചാണെങ്കിലും ഒടുക്കം ശ്രീനന്ദ അഥർവിന്റെ കയ്യിൽ നിന്നും അവന്റെ കാർഡടങ്ങിയ കവറും അവൻ നൽകിയ പണവും സ്വീകരിച്ചു. അപ്പോഴേക്കും മഴ ചെറുതായി പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശ്രീനന്ദ അഥർവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൾക്കിതൊക്കെ ആദ്യാനുഭവമാണ്. ഒരാൾ തന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നതും തനിക്കായി പണം നൽകുന്നതും. അഥർവ് കയ്യിലേക്ക് വെച്ചുകൊടുത്ത നോട്ടിലേക്ക് അവളുടെ മിഴികൾ ഉടക്കി. ആദ്യമായിട്ടാണ് ഇത്രയും പണം താൻ ഒന്നിച്ചു കാണുന്നത്. അവൾ മനസ്സിലോർത്തു. ശ്രീനന്ദ മറ്റെന്തൊക്കെയോ ചിന്തകളിലാണെന്ന് മനസ്സിലാക്കിയതും അഥർവ് പറഞ്ഞു തുടങ്ങി. താനെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. മഴ ചെറുതായി പെയ്യുന്നുണ്ട്. തല കുലുക്കിക്കൊണ്ടവൾ അവിടെ തന്നെ നിന്നു. അഥർവിന്റെ കാറ് അവളെ കടന്ന് മുൻപോട്ട് പോയി. ശ്രീനന്ദയുടെ മിഴികൾ അപ്പോഴും ആ കാറിലേക്ക് തന്നെയായിരുന്നു. കാറിന്റെ സൈഡ് മിററിലൂടെ അഥർവ് കണ്ടിരുന്നു കാറ് കണ്ണിൽ നിന്ന് അകന്നിട്ടും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീനന്ദയെ.
എന്തോ ആ സമയം അവന്റെ ചുണ്ടിലും അവൻ പോലും അറിയാതെ ഒരു നനുത്ത പുഞ്ചിരി വന്നുപോയി. മെല്ലെ മെല്ലെ മഴയ്ക്ക് കനം വെച്ചു. അവരിരുവരെയും സാക്ഷിയാക്കി ശക്തിയോടെ മഴ പെയ്തു. മഴനൂലുകൾക്കിടയിലൂടി ശ്രീനന്ദയുടെ മിഴികൾ അഥർവിനെ തിരഞ്ഞു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ.